എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇന്ന് ഓഗസ്റ്റ് 10 2026 വൈകുന്നേരം 4 മണി കഴിഞ്ഞു. ഇന്നൊരു പ്രസ് മീറ്റ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ മീഡിയാസിനും ഒരുപാട് നന്ദി. സത്യം പറഞ്ഞാൽ ഇതൊരു സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം ഞാനത് ലീഗലി ഓൾറെഡി കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തതാണ്. ലീഗലി മൂവ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഓൾറെഡി മുന്നേ ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു, റീസെൻ്റ്ലി ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലും അതിൽ കൊടുത്തിരുന്ന ആൾക്കാർ ഇത് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ അവർ പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് സമയമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ മാത്രം ഇതേപോലത്തെ ഒരു എന്താ പറയുക അലിഗേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പം ഇവിടെ വന്ന് സോഷ്യൽ മീഡിയയിൽ ഉത്തരം പറയാമെന്ന് പറയുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം നമുക്കിങ്ങനെ ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ ലോ അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം ഒക്കെ ഉള്ളപ്പം സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ ക്ലാരിഫിക്കേഷൻ പറയാമെന്ന് പറയുമ്പോഴേ ഒരു വിഷമമുള്ളൊരു കാര്യം. പക്ഷെ എന്നിരുന്നാലും എൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഇത് കണ്ടിരുന്ന പലർക്കും അറിയണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു എന്താ പറയുക പ്രസ് മീറ്റ് വിളിച്ചു വരുത്തിയത്. ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഞാൻ ബേസിക്കലി ഒരു ഡോക്ടറാണ്. ഞാനൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിനാൻഷ്യൽ ഫാമിലിയിൽ ജനിച്ച ഒരാളാണ്. കുഴപ്പമില്ലാത്ത രീതിയിൽ എന്താ പറയുക നല്ല രീതിയിൽ ഫിനാൻഷ്യലി വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് ബിഗ് ബോസ് വരെയും വന്നത്. ബിഗ് ബോസിന് ശേഷമാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നല്ല രീതിയിൽ എന്ത് ചെയ്തു ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫണ്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം 2024 ചെറിയ രീതിയിലുള്ളൊരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ വന്നു. ഫിനാൻഷ്യൽ സ്ട്രഗിൾ എല്ലാവർക്കും വരുന്നത്, അത് അംബാനി തൊട്ട് എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരും. ഫണ്ട് ചിലപ്പം നമുക്ക് കുറവ് വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും, തിരിച്ചു കൊടുക്കും. അത് മനുഷ്യരുടെ ഇടയിൽ എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും നടക്കുന്നതാണ്. പിന്നെ ഇവിടെ ഉള്ള മെയിനായിട്ടുള്ള ഒരു അലിഗേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഉള്ള കാശ് ഞാൻ ഈ പറഞ്ഞ വേദലക്ഷ്മിക്ക് കൊടുക്കാനുണ്ടെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതാണ് ഇവിടുത്തെ അലിഗേഷൻ. അല്ലാതെ ഞാൻ ഈ പറഞ്ഞ കണക്ക് വലിയൊരു ക്രിമിനൽ ക്രൈം ഈ പറഞ്ഞ കണക്ക് കൊലപാതകമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് പോസ്കോ കേസോ അല്ലെങ്കിൽ റേപ്പ് കേസോ മർഡറോ അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ഇതൊന്നും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ വേദലക്ഷ്മിനെ ഞാൻ അറിയുന്നത് അബിൽ ദേവ് എന്ന് പറഞ്ഞ ഒരാളിനെയാണ്. അബിൽ ദേവ് എന്ന് പറയുന്ന കേരള ഫാഷൻ ലീഗിന്റെ ഓണറാണ്. പുള്ളിക്കാരൻ ഒരു പീഡന കേസിലെ പ്രതിയാണ്. നിങ്ങൾക്ക് പുള്ളിക്കാരനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ എന്നെ 2025 ഒരു ഫെബ്രുവരി ടൈമിൽ എന്നെ കോൺടാക്ട് ചെയ്തു. നമ്മളെ മരിച്ചുപോയ റോയ് സർ, കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ റോയ് സാറിന്റെ ബർത്ത്ഡേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ വിളിച്ചത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ എൻ്റെ മാരേജിന്റെ ദിവസമായത് കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് റോയ് സാറിനെ ഒന്ന് കണക്ട് ചെയ്ത് തരണം, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളും എന്തെങ്കിലും ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ന് കണക്ട് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ എന്താ നിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഫിനാൻഷ്യലി കുറച്ച് ചെറിയ ചെറിയ സ്ട്രഗിൾസ് ഉണ്ട്, അപ്പോൾ അതൊക്കെ തീർക്കാൻ വേണ്ടി എനിക്ക് വർക്കും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് സുഹൃത്തായിട്ടുള്ള വേദലക്ഷ്മി ഇതേപോലെ UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ്. അപ്പോൾ പുള്ളിക്കാരി ഇതേപോലെ ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരിക്ക് അതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നീ ഹെൽപ്പ് ചെയ്യണം, നീ മാക്സിമം സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് ചെയ്യണം. അപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് ഈ വേദലക്ഷ്മിനെ അറിയത്തില്ല. അങ്ങനെ ഈ പറഞ്ഞ അബിൽ ദേവും വേദലക്ഷ്മിയും കൂടെ നമ്മളെ ബൊട്ടിക്കിൽ വരുന്നു. പുള്ളിക്കാരൻ്റെ ബർത്ത്ഡേ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്നെ ഭയങ്കര കാര്യമായിട്ട് ഈ പറഞ്ഞ അബിൽ ദേവ് എൻ്റെ അനിയനാണ്, എനിക്ക് പറക്കാതെ പോയ എൻ്റെ സഹോദരനാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നിങ്ങൾക്ക് പലർക്കും ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഈ ബിഗ് ബോസിൻ്റെ സമയത്ത് വേദലക്ഷ്മിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് പുള്ളിക്കാരി ഇഷ്ടമല്ല. എന്നിരുന്നാലും ഈ പുള്ളിക്കാരെ എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് കാരണം പല സമയത്ത് ഹെൽപ്പ് ചെയ്തുകൊണ്ടും ഞാൻ ഫോഴ്സ്ഫുള്ളി സപ്പോർട്ട് ചെയ്യേണ്ടി വന്നതുമാണ്. അത് മാത്രമല്ല അതിൻ്റെ അകത്ത് ബിഗ് ബോസിൻ്റെ അകത്ത് ആദില നോറയ്ക്ക് അഗൻസ്റ്റ് ഒക്കെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്ന സമയത്ത് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു എനിക്കത് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് ഞാനന്ന് പബ്ലിക്കലി പറഞ്ഞിരുന്നത്. അപ്പം ഇതിങ്ങനെ പോകുന്നു. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അക്കൗണ്ടിൽ നിന്ന് ചിലപ്പോൾ പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ പുള്ളിക്കാരൻ റിലേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ നിന്നായിരിക്കും എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ചില സമയങ്ങളിൽ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു സെൽഫി വീഡിയോ പുള്ളിക്കാരന് വേണം. എന്തിനാന്ന് വെച്ചാൽ ഇതേപോലെ എനിക്ക് ഇങ്ങനെ കാശിൻ്റെ ആവശ്യമുണ്ട്, അപ്പം ഇന്ന കാശ് ഞാൻ മേടിക്കണം, ഇന്ന റിട്ടേൺ ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ വേണമെന്ന് പറയുമ്പോൾ ശരി, ഞാൻ വിചാരിച്ചു ഇയാളൊരു ഫ്രണ്ടല്ലേ, സുഹൃത്തല്ലേ, നമ്മളൊരു വീഡിയോ വേണമെന്ന് പറയുന്നതായിരിക്കും. ഞാൻ അതിൽ തെറ്റായിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പം ഞാൻ ചിന്തിച്ചു വേണോ വേണ്ടെന്ന് വിചാരിച്ചു. എന്നാലും എനിക്ക് ആ സമയത്ത് ഫിനാൻഷ്യലി ഉള്ള ആവശ്യമുള്ളത് കാരണം ഞാൻ എന്ത് ചെയ്തു, അയച്ചു കൊടുത്തതിന് ശേഷം ഒരു 3-4 വീഡിയോ പുള്ളിക്കാരൻ്റെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ കൂടെ ഈ പുള്ളിക്കാരനെ സംസാരിക്കാറുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്നോട് സംസാരിക്കാറുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പുള്ളിക്കാരൻ സംസാരിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു രീതിയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ വോയിസോ കാര്യങ്ങളൊന്നും റെക്കോർഡ് ചെയ്യാൻ നിന്നിട്ടില്ല. മനസ്സിലായില്ല? കാരണം നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന കാണെങ്കിൽ റെക്കോർഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇന്റൻഷൻ ശരിയായിട്ടുള്ള ഒരു കാര്യം അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ പുള്ളിക്കാരൻ എനിക്ക് പേഴ്സണലി ഈ പറഞ്ഞ കണക്ക് ഫണ്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നതിന് ശേഷം ഇയാൾ എനിക്ക് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2025 ആ ഒരു ജൂൺ ജൂലൈ സമയം തൊട്ട് ഇയാൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് തരാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇയാൾ തിരിച്ച് അക്കൗണ്ട് പറയുമ്പം ഈ പറയുന്ന കണക്ക് വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് എനിക്ക് അയച്ചു തരുന്നത്. ഓക്കെ, ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരത്തില്ല.
ഇയാൾ ഈ പറഞ്ഞെടുക്കുന്നുണ്ട് ഇതിപ്പം എന്താണ് അഞ്ജലി ജെ നായർ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് എനിക്ക് അയച്ചിരുന്നു. എനിക്ക് ഈ വ്യക്തി ആരാന്ന് പോലും അറിയത്തില്ല. അതേപോലെ പല പല ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഈ പുള്ളിക്കാരൻ അയച്ചു തന്നിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ഓക്കെ, നവീൻ എന്ന് പറഞ്ഞ ഒരാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറയും. അപ്പം ഞാൻ ഇയാൾ എനിക്ക് ഫണ്ട് അയച്ചു തരുന്നു, ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. പല പല അക്കൗണ്ടിലേക്ക് പറയും. ഞാൻ ശരി, ഞാനപ്പോൾ എൻ്റെ ഒരു സുഹൃത്തല്ലേ, ഒരു ഫ്രണ്ട് അല്ലേ, നമ്മളെ ചതിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സംഭവങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഈ പറഞ്ഞ കണക്ക് വേദലക്ഷ്മിനെ ആയിട്ട് എനിക്ക് ഫിനാൻഷ്യലി പുള്ളിക്കാരിയായിട്ടല്ല ബന്ധം, എനിക്ക് അബിൽ ദേവുമായിട്ടാണ് ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾ. ഈ അബിൽ ദേവ് പറഞ്ഞിട്ടാണ്, ഇവരെന്തോ സുഹൃത്തുക്കളാണെന്ന് തോന്നുന്നത്, എന്താണ് അവർ തമ്മിലുള്ള റിലേഷൻ എനിക്കറിയത്തില്ല. അബിൽ ദേവ് ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ സമയം തൊട്ടേ ഭയങ്കരമായിട്ട് സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പൊ ചില സമയത്ത് ഒരു പ്രാവശ്യം മാത്രം വേദലക്ഷ്മിയുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്തു, എൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ. അതിനു മുന്നേ ഇനിഷ്യലി ഉണ്ടായിരുന്നതിൽ പുള്ളിക്കാരി തന്നെ എനിക്ക് പുള്ളിക്കാരിയുടെ വേറൊരാളുടെ, വേദലക്ഷ്മിയുടെ അല്ലാതെ ധന്യശ്രീ എന്ന് പറഞ്ഞ ഒരാളിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു. ഇത് വേദലക്ഷ്മിയുടെ ചാറ്റ. ഇതിൽ പ്രധാനപ്പെട്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളിക്കാരി ഇന്നേ വരെ, ഈ സെക്കൻഡ് വരെ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നിട്ടില്ല. ഓക്കെ, ഈ സെക്കൻഡ് വരെയും ഈ പുള്ളിക്കാരി എന്താ ആവശ്യപ്പെടുന്നത്, പുള്ളിക്കാരിക്ക് ഞാൻ ഫണ്ട് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഈ സെക്കൻഡ് വരെയും പുള്ളിക്കാരിയുടെ ചാറ്റിൽ എനിക്ക് പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നില്ല. എന്തുകൊണ്ട് അയച്ചു തന്നില്ല? ഇപ്പൊ പുള്ളിക്കാരിക്കാണ് ഫണ്ട് കൊടുക്കാനുള്ളതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചാണ്. അത് മാത്രമല്ല, ഈ അബിൽ ദേവനും വേദലക്ഷ്മിക്ക് അഗേൻസ്റ്റ് ഇതിനു മുന്നേ എൻ്റെ വോയിസ് എല്ലാം ഞാൻ പബ്ലിക്കിൽ ഇടും. അതേപോലെ തന്നെ ഈ വീഡിയോസ്, ഈ പറഞ്ഞ ഞാൻ അയച്ചു കൊടുത്ത സെൽഫി വീഡിയോസ് എല്ലാം പബ്ലിക്കിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ത്രട്ടൻ ചെയ്ത്, ഞാൻ ഇലക്ഷന്റെ സമയത്ത് പോകാൻ വേണ്ടി മുൻകൂട്ടി ഇരിക്കുന്ന സമയത്ത് എന്നെ അവരുടെ വീട്ടിൽ വിളിച്ചു വരുത്തി ഈ പറഞ്ഞ വേദലക്ഷ്മി വീഡിയോ എടുത്ത് ഈ പുള്ളിക്കാരനെ വെച്ചിട്ട് ഇതേപോലെ ഫണ്ട് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കത്തില്ല, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യിപ്പിച്ചു, ഒരു വീഡിയോ ചെയ്യിപ്പിച്ചു. അവിടെ ആ വീഡിയോ ഷൂട്ട് ചെയ്ത് വേദലക്ഷ്മിയാണ്, അവിടെ CCTV ഉണ്ട്, അബിൽ ദേവാണ് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന് പോയ സമയത്ത് ഈ പുള്ളിക്കാരി വേദലക്ഷ്മി പൊളിറ്റിക്കലി എന്നെ പറ്റി സ്റ്റോറീസ് ഇട്ടു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ കറപ്റ്റഡ് ആയിട്ടുള്ള ആളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് എൻ്റെ അടുത്ത് ഫണ്ട് ആവശ്യപ്പെട്ടു. ഇവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ പുള്ളിക്കാരൻ എന്തോ 75 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞ് 36 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് 45 ലക്ഷം എന്ന്, പിന്നെ പറഞ്ഞ് ഈ പറഞ്ഞ കണക്ക് 75 ലക്ഷം എന്ന്. ഇവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ എനിക്കെന്തോ ഇലക്ഷന് പോയ സമയത്ത് ഒരുപാട് കാശ് കിട്ടിയെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ഇലക്ഷൻ സമയത്ത് ഒരു കാശ് പോലും ഞാൻ അങ്ങോട്ടും കൊടുത്തിട്ടില്ല, ഈ പറഞ്ഞ വ്യക്തികളിൽ നിന്ന് ഞാനും മേടിച്ചിട്ടില്ല. ഓക്കെ, സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ത്രെട്ടനിങ് തുടങ്ങുന്നു. ഞാൻ കമ്മീഷണറിനും തുമ്പ പോലീസ് സ്റ്റേഷനിലും ജനുവരി 31 2026 കംപ്ലൈന്റ് കൊടുക്കുന്നു. കംപ്ലൈന്റ് കൊടുത്ത പ്രകാരം അവിടുത്തെ SHO ഈ പറഞ്ഞ അബിൽ ദേവിനെയും വേദലക്ഷ്മിനെയും വിളിക്കുന്നു. ഇവരവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇവരവിടെ വന്നിട്ടില്ല, ഇവർ വന്നതുമില്ല. അതിനുശേഷം ജെന്യൂൻ ആയിട്ടുള്ള ഒരാളാണ്, കറക്റ്റ് കാര്യങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ചെല്ലും, സാർ ഇത്ര രൂപ ഞാൻ കൊടുത്തു, ഇത്ര രൂപ തരാനുണ്ട് എന്ന് പറയും. അതല്ലേ ചെയ്യുന്നത്, അതല്ലേ മാന്യമായിട്ടുള്ള കാര്യം. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്ത്, ഞാൻ വന്ന് സോഷ്യൽ മീഡിയയിലല്ല ചെയ്യുന്നത്, ഞാൻ ആദ്യമേ പോയി കംപ്ലൈന്റ് കൊടുക്കുക ചെയ്താൽ, മനസ്സിലായില്ല, അത് എൻ്റെ ഭാഗത്ത് ശരിയുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ കണക്ക് തുമ്പ പോലീസ് സ്റ്റേഷൻ വിളിച്ച് ഇവരാരും വന്നില്ല, ഇവരാരും അതിന് റെസ്പോണ്ട് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അതിനുശേഷം ഞാൻ ഇലക്ഷന് പോയി. ഇലക്ഷന് ശേഷം എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി, ഇലക്ഷൻ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് വയ്യാണ്ടായി. 2-3 മാസം എൻ്റെ അമ്മയുടെ കാര്യമായിട്ട് തിരക്കിലായിരുന്നു, ട്രീറ്റ്മെന്റ് കാര്യമായിട്ട് തിരക്കിലായിരുന്നു. കഴിഞ്ഞ ജൂലൈ 3 എൻ്റെ അമ്മ മരണപ്പെട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ച് ഈ പറഞ്ഞ കണക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകാൻ തുടങ്ങി. ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം തിരിച്ച് ഇവരുടെ ത്രെട്ടനിങ് വീണ്ടും തുടങ്ങി. ഈ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം ഈ വ്യക്തി ഇവരെന്താ ചെയ്യുന്നത്, ഇവരുടെ ടീം ഓഫ് ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വിളിച്ച എൻ്റെ ബ്രാൻഡിങ്, ഞാൻ ബ്രാൻഡ് അംബാസഡർ പല സ്ഥാപനത്തിന്റെ, ഈ ബ്രാൻഡിങ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ വർക്ക് എന്ത് ചെയ്യുക, മുടക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ കണക്ക് ഇലക്ഷൻ സമയത്ത് ജനറൽ സെക്രട്ടറി, നമ്മൾ BJP ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് വിളിച്ചിട്ട് ഇതേപോലെ ഞാൻ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റി പറയാം. പിന്നെ ഇവരിപ്പോൾ എന്തോ BJPയുടെ ഒരു സംതിങ് വോയിസ് എന്തോ കിട്ടുന്നത്, അതിൽ ആദ്യം കുറച്ച് സൗണ്ട് മോഡുലേഷൻ ഒക്കെ വരുത്തി ആയിട്ട് ഇടുക. അതിൽ പ്രധാനപ്പെട്ട കാര്യം അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല, അത് ഒരു വർഷം മുന്നേ ഉള്ള സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ BJP ജോയിൻ ചെയ്തിട്ട് പോലും ഇല്ല. നമ്മളന്ന് നോർമലി സംസാരിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പൊ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എന്നെ അതിൽ മോശക്കാരനാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ച് പറഞ്ഞു, എനിക്ക് BJPനെ പറ്റി ABCD കാര്യങ്ങൾ അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ ജനിച്ചത് BJP ഒരു എന്താ പറയുക ഒരു ഫാമിലിയിലോ അല്ലെങ്കിൽ ഞാൻ ഇതിൽ പ്രവർത്തനമായിട്ട് വന്ന ഒരാളല്ല. എനിക്ക് എൻ്റെ ABCD അറിയത്തില്ല. ഞാനതിൽ പറയുന്നത് എന്താ, നമ്മുടെ ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായി, ഞാൻ സത്യസന്ധമായിട്ട് എൻ്റെ കാര്യം പറഞ്ഞു. ജനങ്ങൾക്കും വേണ്ടി, എനിക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഞാൻ എന്ത് രാജ്യത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ അത് ഇനിയും പ്രവർത്തിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഞാൻ ചെയ്യും. അപ്പൊ എനിക്ക് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വേദലക്ഷ്മി പറഞ്ഞ വേദലക്ഷ്മിക്ക് കാശ് കൊടുക്കണ്ടെന്നാണ് പറയുന്നത്. വേദലക്ഷ്മി എനിക്ക് അയച്ചു തന്നിട്ടുള്ള
അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ധന്യ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ് പറഞ്ഞത്. എന്നിട്ട് ഈ പുള്ളിക്കാരി ഇന്നേ വരെ ഈ സെക്കൻഡ് വരെ നമുക്കൊരാൾക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ എന്താ ചെയ്യുക, അവർ ഈ പറഞ്ഞ കണക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നിട്ട് ഇതിലേക്ക് ഫണ്ട് തരാൻ വേണ്ടി പറയും. ഇന്നേ വരെ ആ വ്യക്തി എനിക്ക് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചറിയോ, ഫെബ്രുവരിക്ക് ശേഷം അവരുടെ ഒരു കോളോ വോയിസോ എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യങ്ങളിൽ വിളിച്ചിട്ട് റോബിൻ എനിക്ക് ഇത്ര രൂപ തരാനില്ലേ, ആ തരാനുള്ള എമൗണ്ട് എനിക്കൊന്ന് താന്ന് പറയണം. അതിനുശേഷം ഈ അബിൽ ദേവുമായിട്ടുള്ള ആ ഒരു വീഡിയോ പ്രകാരം ഈ പുള്ളിക്കാരി അവസാനമായിട്ട് ഫെബ്രുവരി 18 അപ്പോഴെപ്പോഴാണ് ഒരു മെസ്സേജ് എനിക്ക് അയക്കുന്നത് ഈ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം. ആ പറയുന്ന കാര്യം ജനുവരി 31 എന്നുള്ളത് അബിൽ ദേവിന്റെ കൂടെ പറഞ്ഞ കാര്യമാണ് എന്ത് ചെയ്തിരിക്കുന്നത് പുള്ളിക്കാരി സ്ക്രീൻ എന്ന് എല്ലാം മാനിപ്പുലേറ്റ് ചെയ്താണ് ഇട്ടേക്കുന്നത്. മനസ്സിലായില്ലേ? മാനിപ്പുലേറ്റ് ചെയ്ത് ആൾക്കാരിലേക്ക് എന്ത് ചെയ്യുക, തെറ്റിദ്ധാരണ വരുത്തുക. ജെന്യുവിനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, ഈ പറഞ്ഞ കണക്ക് ഇവർക്ക് ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ആവശ്യമാണ് എൻ്റെ നിന്ന് ഫണ്ട് മേടിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരവിടെ വന്ന് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും ട്രാൻസാക്ഷനും എല്ലാം പ്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് പറയാനുള്ള കാര്യവും ചെയ്ത് അതിലെന്താണോ അതിൽ കൊടുക്കാനുണ്ടോ മേടിക്കാനുണ്ടോ എന്ത് കാര്യം ഉണ്ടെന്നുള്ള അവിടെ വെച്ച് സംസാരിച്ച് അത് സെറ്റിൽ ചെയ്യണം. എൻ്റെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ പ്രൊമോഷൻ ഞാൻ ഒരെണ്ണം ഗീവ് അവേ ചെയ്തതിൻ്റെ പേയ്മെന്റ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഞാൻ കൊടുത്തതെല്ലാം അക്കൗണ്ട് ട്രാൻസാക്ഷൻ എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അവർ പറഞ്ഞ പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ മാർച്ചിലാണ് പുള്ളിക്കാരൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ചോദിച്ചത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് തരുകയും ചെയ്തു. തന്ന പ്രകാരം ഞാൻ അതിലേക്ക് 11 ലക്ഷം രൂപ അതിലേക്കും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. കാരണം അതുവരെ എനിക്ക് വിശ്വാസമായിരുന്നു ഇയാളെ മുന്നേ ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം ഇത് ശരിയാവില്ലെന്ന് വിചാരിച്ച അപ്പോഴാണ് ഇയാൾ എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇയാളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് ആദ്യമായിട്ട് അയച്ചു തരുന്നത് മാർച്ചിലാണ്. മാർച്ച് 12 ഈ വ്യക്തിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചത്. അതുവരെയും ഇയാൾ വേറെ ആൾക്കാരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചിട്ട് അതിലേക്ക് ഫണ്ട് അയക്കുന്നതാണ് ഇയാൾ പറഞ്ഞിരുന്നത്. എൻ്റെ ബ്ലാങ്ക് ചെക്ക്, എൻ്റെ സ്റ്റാമ്പ് പേപ്പർ ഇതെല്ലാം ഇയാൾ എന്ത് ചെയ്തിരുന്നു മേടിച്ചു. ഞാൻ ഇത് ഫണ്ട് കൊടുത്തതിന് ശേഷം ഇത് ചോദിക്കുമ്പോൾ ഇനി നീ എനിക്ക് 40 ലക്ഷം രൂപ തരാനുണ്ട്, 45 ലക്ഷം രൂപ തരാനുണ്ട്. ഞാൻ ലക്ഷ്മി. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് പൊടീസ് ബുട്ടീക്കിൽ വെച്ചിട്ട് റോബിൻ വിളിച്ചിട്ടുള്ള ആ ഒരു പ്രസ് മീറ്റ് ഉള്ളത്. അതിലുള്ള ആളിനെ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിനെല്ലാം ഓൾറെഡി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാൻ പേഴ്സണലി റിക്വസ്റ്റ് ചെയ്യുവാണ്, മെയിൻ സ്ട്രീം മീഡിയാസും കൂടെ പറ്റിയാൽ ദയവായിട്ട് നിങ്ങളും കൂടെ അവിടെ ഉണ്ടാവണം. കാരണം റോബിന് പറയാനുള്ള കാര്യങ്ങളെല്ലാവരും നിങ്ങളും കൂടെ അറിയണം. ഓക്കെ, അത് മാക്സിമം ആളുകളോട്ട് എത്തണമെങ്കിൽ അത് നിങ്ങളും കൂടെ അറിയണം. സോ ദിസ് ഇസ് മൈ പേഴ്സണൽ റിക്വസ്റ്റ്. പിന്നെ എനിക്ക് രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇലക്ഷനിൽ നിൽക്കുന്ന കാൻഡിഡേറ്റ്സ് എല്ലാം അവരുടെ സ്വത്ത് വകകളും ലയബിലിറ്റീസും അങ്ങനെയുള്ളതെല്ലാം ഡാറ്റാബേസിൽ എൻ്റർ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. സോ ദാറ്റ്സ് കോൾഡ് മൈമെറ്റ എന്ന് പറഞ്ഞ ഡാറ്റാബേസിൽ റോബിൻ രാധാകൃഷ്ണൻ തന്റെ വരവും ചെലവും സ്വത്ത് വകകളും ലയബിലിറ്റീസും കടവും അങ്ങനെയുള്ളതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് അത് നിങ്ങൾക്കെല്ലാം കയറി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് അത് വെളിപ്പെടുത്താനായിട്ട്. പിന്നെ റോബിന്റെ കഴിഞ്ഞ 4 വർഷമായിട്ടുള്ള അക്കൗണ്ടിലുള്ള ട്രാൻസാക്ഷൻ ഇതും റോബിനൊന്ന് പുറത്തുവിട്ടാൽ കൊള്ളാം. ഓക്കെ, കഴിഞ്ഞ 4 വർഷമായിട്ട്, അതായത് ബിഗ് ബോസിന് ശേഷമുള്ള 4 വർഷങ്ങൾ, ഇത് 2 കാര്യങ്ങൾ. പിന്നെ അടുത്തത്, ഇതിന്റെ കൂടെ ഞാൻ 2 വീഡിയോസും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. 2 വീഡിയോ ലിങ്കുകളും കൂടെ കൊടുക്കുന്നുണ്ട്. ഇതില് ഇലക്ഷൻ സമയത്ത് റോബിൻ ഒരു ആൾക്ക് കൊടുത്ത് ഇതാക്കുന്ന സെറ്റിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന 40 ലക്ഷം രൂപയുണ്ട്. നമ്മളുടെയൊക്കെ കാറുകളിൽ ആ സമയത്ത് ഡാഷ്ബോർഡ് ഒക്കെ ഉൾപ്പെടെ ചെക്ക് ചെയ്ത് നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്ന സമയത്ത് റോബിൻ എവിടുന്നാണ് ഈ 2 വീഡിയോകളിലുള്ള ക്യാഷിന്റെ സോഴ്സ്, എവിടുന്നാണ് ഇത്രയും പൈസ കിട്ടിയത്? അതും റോബിൻ ഒന്ന് പ്രസ് മീറ്റിൽ വ്യക്തമാക്കിയാൽ കൊള്ളാം. 2 വീഡിയോസ് ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ആളുകളുടെ പേരും കാര്യങ്ങളും ഒക്കെ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല. ബട്ട് ഈ പൈസയുടെ സോഴ്സ്, ഈ ഫണ്ടിന്റെ സോഴ്സ്, അത് ജനങ്ങളോട് തന്നെ വ്യക്തമാക്കണം. 40 ലക്ഷം ഇല്ലല്ലോ. അതിലുള്ള ആളിനെ കണ്ടല്ലോ ബ്രോ. ചോദിച്ചെണ്ണ കണ്ടുണ്ട്. കണ്ടല്ലോ അല്ലേ? അല്ലെ, ബ്രോ പറയുന്ന വിചാരിച്ചാണ് ഞാൻ നമ്മള് ഫണ്ടൊന്നും കൊടുക്കാത്ത ബൊട്ടീക്കിൽ വെച്ചിട്ട് കൊടുത്ത വാട്സാപ്പ് അയച്ചിട്ടുണ്ട്. എന്റെ അക്കൗണ്ടിൽ നിന്നും ഞാൻ RTGS ബാങ്കിൽ പോയി ചെയ്ത എമൗണ്ടാ. ഓക്കെ, ഇത് എന്നത്തെ സംഭവം? എന്നാ 20-ാം തീയതി 12 ലക്ഷം രൂപ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന എന്റെ അക്കൗണ്ടിൽ നിന്ന്. മനസ്സിലായ? ചുമ്മാ പോയതല്ലല്ലോ, അക്കൗണ്ട് വഴിയാ പോയത്. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എടുത്താലും ഇതാരെ അക്കൗണ്ട് ഡീറ്റെയിൽസ്? എന്റെ HDFC ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ആ ഫണ്ട് പോയിരിക്കുന്നത്. എന്റെ HDFC ബാങ്ക്. നിനക്ക് HDFC അല്ലല്ലോ, നിനക്ക് പഞ്ചാബ്. എന്റെ പൊന്നു ബ്രോ, എന്റെ പഞ്ചാബ് നാഷണൽ ബാങ്ക് ബ്ലോക്ക് ആയി പോയെന്ന്. ഞാനിപ്പോ HDFC ബാങ്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ബാക്കിയുള്ളത് പ്രസ് മീറ്റ് കഴിഞ്ഞിട്ട് കാണാം. താങ്ക് യു.